വലിയ സ്വർണ്ണഖനികളിൽ ഒന്നായി വിശേഷിക്കപ്പെട്ടിരുന്ന ഇടമാണ് കോലാർ ഗോൾഡ് ഫീൽഡ്, അതായത് KGF. കർണാടകയിലെ കോലാർ ജില്ലയിലെ KGF താലൂക്കിലാണ് ലോക പ്രശസ്തമായ ഈ ഖനി സ്ഥിതി ചെയ്യുന്നത്. തുടർച്ചയായി 120 വർഷത്തോളമാണ് ഇവിടെ ഖനനം നടത്തി വലിയ തോതിൽ സ്വർണം വേർതിരിച്ചെടുത്തിട്ടുള്ളത്. 120 വർഷം കൊണ്ട് എത്രമാത്രം സ്വർണമായിരിക്കും അപ്പോൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടാവുക? KGFനെ കുറിച്ച് നമുക്ക് വിശദമായൊന്ന് നോക്കാം. 1700 കാലഘട്ടങ്ങളിൽ തന്നെ KGFൽ നിന്നും സ്വർണ്ണവേട്ട ആരംഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1799 ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ വധിച്ച ശേഷം മുഴുവൻ സാമ്രാജ്യവും ബ്രിട്ടീഷുകാർ മൈസൂർ മഹാരാജാവിന് കൈമാറിയെങ്കിലും ഈ കോലാറിലെ സ്വർണ്ണഖനിയുടെ അവകാശങ്ങളെല്ലാം ബ്രിട്ടീഷ് സർക്കാർ നിലനിർത്തിയിരുന്നുവെന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ വാറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ വലിയ രീതിയിൽ ഖനനം നടത്താനുള്ള ആയുധങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അവരുടെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അതേസമയം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 121 വർഷം ഖനനം തുടർന്നുവെന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ സമയത്ത് ഏകദേശം 30,000 ഇന്ത്യൻ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ വാറിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ അമ്പയെ പരാജയപ്പെട്ടതോടെ ഖനനം ഏതാനും വർഷത്തേക്ക് പിന്നീട് നിർത്തിവെച്ചിരുന്നു. ശേഷം 1871 വീണ്ടും സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും വിരമിച്ച മൈക്കൽ ഫിറ്റ്സ് ജെറാൾഡ് ലെവല്ലെ എന്ന ഉദ്യോഗസ്ഥനാണ് പിന്നീട് ഖനന നടപടികൾ ഏറ്റെടുത്തത്. KGFൽ ചില സർവേകൾ നടത്തിയ അദ്ദേഹം അതിൻ്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ 1873 വീണ്ടും ഖനനം നടത്താൻ അനുമതി നേടി. 1875 KGFൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ 100 കണക്കിന് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. 121 വർഷത്തെ ഖനനത്തിൽ ഏകദേശം 6000 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി എന്ന് കണക്കുകൾ പറയുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും KGFലെ തൊഴിലാളികൾക്ക് 1956 വരെ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിരുന്നില്ല. ഇതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ KGFന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. 1972 കേന്ദ്ര സർക്കാർ ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം രൂപീകരിക്കുകയും ഖനന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. കാലക്രമേണ ഉപരിതലത്തിൽ നിന്നുള്ള സ്വർണ്ണ ലഭ്യത കുറഞ്ഞു. ആഴത്തിലുള്ള ഖനനം ആവശ്യമായി വന്നു. 1900 തുടക്കത്തിൽ സ്വർണം ഉപരിതലത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ അത് 1980 ആയപ്പോഴേക്കും 3 കിലോമീറ്റർ ആഴത്തിലേക്കെത്തി. എന്നാൽ ഈ സമയത്ത് KGF ലോകത്തിലെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയായിരുന്നു. സ്വർണം അപ്രത്യക്ഷമാകാൻ തുടങ്ങിയതോടെ വേർതിരിച്ചെടുക്കൽ ബുദ്ധിമുട്ടേറിയ നടപടിയായി മാറി. ഇതോടെ BGML KGF അടച്ചുപൂട്ടി. 2001 ഫെബ്രുവരി 28 KGF അടച്ചുപൂട്ടുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിൽ എത്ര സ്വർണം ലഭിച്ചു എന്ന് നോക്കിയാൽ KGFൽ നിന്ന് 800 മുതൽ 900 ടൺ വരെ സ്വർണ്ണഖനനം ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു കണക്കാണ്. ഇന്ന് കോലാറിൽ നിന്നും സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും സംസ്ഥാനത്തെ തന്നെ ഹട്ടി സ്വർണ്ണഖനിയിൽ നിന്നും ലാഭകരമായ രീതിയിൽ സ്വർണം ഖനനം ചെയ്യുന്നുണ്ട്. രാജ്യത്തെ പ്രവർത്തനക്ഷമമായ ഏക സ്വർണ്ണഖനിയും ഹട്ടിയിലേതാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനികൾ നോക്കിയാൽ ആദ്യ സ്ഥാനം ഏഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനിലുള്ള മുരിൻഡാവോ സ്വർണ്ണ നിക്ഷേപത്തിനാണ്. 2016 മാത്രം 60 ടൺ സ്വർണമാണ് ഈ സ്വർണ്ണഖനി ഉൽപ്പാദിപ്പിച്ചത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനി. ഉസ്ബെക്കിസ്ഥാൻ സർക്കാരിൻ്റെയും നവോയി മൈനിങ് എന്ന കമ്പനിയുടെയും ഉടമസ്ഥതയിലുള്ള ഈ ഖനിയിൽ ഇനിയും 5000 ടൺ സ്വർണമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 25 നീല തിമിംഗലത്തിൻ്റെ വലിപ്പമുണ്ടാകും ഇത്രയും സ്വർണം കുഴിച്ചെടുത്താൽ. അടുത്തത് പ്യൂബ്ലോ വിജോയാണ്. ദക്ഷിണ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്യൂബ്ലോ വിജോ ഖനിയിൽ സ്വർണ്ണ നിക്ഷേപം മാത്രമല്ല വെള്ളിയുമുണ്ട്. നിലവിൽ കനേഡിയൻ കമ്പനികളായ ബാരിക് ഗോൾഡ് കോർപ്പറേഷൻ, ഗോൾഡ് കോർപ്പ് ഇങ്ക് എന്നിവയുടെ ഉടമസ്ഥതയിലാണ് ഈ ഖനിയുള്ളത്. സമീപകാലത്ത് ഈ ഖനിയിൽ നിന്ന് 36 ടൺ സ്വർണമാണ് കുഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് സ്ട്രൈക്ക്. കാനഡയിലെ ബാരിക് ഗോൾഡ് കോർപ്പറേഷന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഈ ഖനി സ്ഥിതി ചെയ്യുന്നത് നെവാഡ സ്റ്റേറ്റിലാണ്. 2016 ഈ ഖനിയിൽ നിന്ന് 34 ടൺ സ്വർണമാണ് കുഴിച്ചെടുത്തത്.
ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയിൽ നാലാമത്തേതാണ് ഇന്തോനേഷ്യയിലുള്ള ഗ്രാസ്ബർഗ്. ഏഷ്യയുടെ വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയായ ഇവിടെ സ്വർണം, ചെമ്പ്, വെള്ളി എന്നീ 3 ലോഹങ്ങളുടെയും നിക്ഷേപങ്ങളുണ്ട്. ഈ ഖനിയിൽ 20,000 ആളുകളാണ് ജോലി ചെയ്തു വരുന്നത്. അമേരിക്കൻ കമ്പനിയായ ഫ്രീപോർട്ട് മക്മോറനും ഇന്തോനേഷ്യൻ സർക്കാരുമാണ് ഈ ഖനിയുടെ ഉടമകൾ. ലഭ്യമായ കണക്കുകൾ നോക്കിയാൽ 33 ടൺ സ്വർണം ഇവിടെ നിന്ന് ഇതിനോടകം കുഴിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതാണ് വടക്കേ അമേരിക്കയിലെ കോർട്ടസ്. ബാരിക് ഗോൾഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഖനിയായ ഇതും സ്ഥിതി ചെയ്യുന്നത് നെവഡ സ്റ്റേറ്റിലാണ്. കമ്പനിക്കും സ്റ്റേറ്റിനും ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്നത് ഈ ഖനിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 33 ടൺ സ്വർണമാണ് ഇവിടെ നിന്ന് കുഴിച്ചെടുത്തത്. അടുത്തത് കാർലിൻ ട്രെഞ്ച്. ഇതും വടക്കേ അമേരിക്കയിലാണ്. നെവഡ സ്റ്റേറ്റിലുടനീളമുള്ള പലയിടങ്ങളിലായിട്ടാണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആദ്യമായി 1983 പര്യവേഷണം നടത്തിയത് അമേരിക്കയിലുള്ള ന്യൂമോണ്ട് മൈനിങ് കോർപ്പറേഷനാണ്. 30 ടണ്ണിൽ ഒരൽപ്പം കുറവ് സ്വർണമാണ് ഈ അടുത്ത് ഈ ഖനിയിൽ നിന്ന് ലഭിച്ചതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ഖനി റഷ്യയിലുള്ള ഒളിമ്പ്യാഡിലാണ്. റഷ്യയിലെ ഏറ്റവും വലിയ ഖനികളിൽ ഒന്നായ ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1996 2016 29.3 ടൺ സ്വർണമാണ് ഇവിടെ നിന്ന് കുഴിച്ചെടുത്തത്. എട്ടാമതായി പാപ്പുവ ന്യൂഗിനിയയിലുള്ള ലിഹറാണ്. മധ്യ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾക്ക് നടുവിലുള്ള ഓഷ്യാനിയയിലാണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും മറ്റും പ്രവർത്തിക്കുന്ന ലിഹിർ ഗോൾഡ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതായിരുന്നു ലിഹിർ ഖനി. ഓസ്ട്രേലിയയിലുള്ള ന്യൂക്രസ് മൈനിങ് എന്ന കമ്പനിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥത. 2016 ഈ ഖനിയിൽ നിന്ന് 28 ടൺ സ്വർണമാണ് കുഴിച്ചെടുത്തത്. അടുത്തത് ഇൻഷ്യൽ സ്ഥിതി ചെയ്യുന്ന ബാദു ഹിജാവു ആണ്. ഇന്തോനേഷ്യയിൽ തന്നെയുള്ള അമ്മാൻ മിനറൽസ് എന്ന കമ്പനിയുടേതാണ് ഈ ഖനി. ഈ ഖനിയിൽ നിന്ന് കഴിഞ്ഞ വർഷം 26.7 ടൺ സ്വർണമാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇനി 10ാമതായി വരുന്നതാണ് ഓസ്ട്രേലിയയിലുള്ള ബോഡിങ്സൺ സ്വർണ്ണഖനി. ഈ ഖനിയിൽ ആദ്യ ഖനനം നടന്നത് 1987 2001 ഇത് അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ 2010 ഈ ഖനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനി. അമേരിക്കൻ കമ്പനിയായ ന്യൂമോണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഖനിയിൽ നിന്ന് 2016 25 ടൺ സ്വർണമാണ് ലഭിച്ചിട്ടുള്ളത്.